ഇത് ഊട്ടിക്കടുത്തുള്ള കൂനൂരിലെ വളരെ പ്രശസ്തമായൊരു പാർക്കാണ് സിംസ് പാർക്ക്. 1874 ഈ പാർക്ക് ഇവിടെ സ്ഥാപിതമായത്. JD സിം എന്നറിയപ്പെടുന്ന ഗവൺമെൻറ് സെക്രട്ടറിയാണ് ഇതിവിടെ സ്ഥാപിച്ചത്. അങ്ങനെയാണ് സിംസ് പാർക്ക് എന്ന പേര് വരാനിടയായത്. നമ്മൾ ഊട്ടിക്ക് പോകുമ്പോൾ പ്രധാനമായിട്ടും കാണുന്നത് ബൊട്ടാണിക്കൽ ഗാർഡനാണ്. ആ ഗാർഡനും ഏതാണ്ട് 1897 സ്ഥാപിക്കപ്പെട്ടത്. ഇതിലേത് ഗാർഡനാണ് മികച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ പേരും കാണുന്നതും ഇഷ്ടപ്പെടുന്നതും അറിയപ്പെടുന്നതും ഊട്ടിയിൽ ബൊട്ടാണിക്കൽ ഗാർഡൻ തന്നെയാണ്. പക്ഷേ കൂനൂരിലെ ഈ സിംസ് പാർക്കിന് അധികം അങ്ങനെ പ്രശസ്തിയില്ല. പക്ഷേ ഇതിനു മുമ്പേ സ്ഥാപിക്കപ്പെട്ടതും വളരെ ഭംഗിയുള്ളതും ചെറിയൊരു ലേക്ക്, ബോട്ടിംഗ് സൗകര്യം എല്ലാം ഇവിടെയുണ്ട്. ഈ സിംസ് പാർക്കിൽ എൻട്രൻസ് ഫീ 75 രൂപയാണ് ഒരാൾക്ക്. വളരെ ഭംഗിയായി വൃത്തിയായി മെയിൻറ്റെയിൻ ചെയ്യുന്ന പാർക്കാണ് സിംസ് പാർക്ക്. ഇവിടെ 1890 മുതലുള്ള ഏകദേശം 50ഓളം വലിയ വടവൃക്ഷങ്ങൾ ഇപ്പോഴും ഇവിടെയുണ്ട്. അന്ന് പല രാജ്യങ്ങളിൽ നിന്നും ഇവിടെ കൊണ്ടുവന്ന് നട്ട വൃക്ഷങ്ങളാണ് ഇവയെല്ലാം. 40ഓളം വൃക്ഷങ്ങൾ ഇപ്പോഴും 100 വയസ്സിന് മുകളിലുള്ള വൃക്ഷങ്ങൾ ഇവിടെയുണ്ട്. ചൈനയിൽ നിന്നുള്ള ക്യാംഫർ ട്രീ, വിൻഡ്മിൽ പാം, അതുപോലെ യൂറോപ്പിൽ നിന്നുള്ള സ്ട്രോബെറി ട്രീ, ഹിമാലയാസിൽ നിന്നുള്ള പിപ്ലി ട്രീ, ആസ്ട്രേലിയയിൽ നിന്നുള്ള മൗണ്ടൻ ബ്ലൂ ഗം, ഗ്രേ ഗം, ബ്രസീലിൽ നിന്നുള്ള പൈനാപ്പിൾ ഗുവ, ബുൾബെ നോർത്ത് അമേരിക്ക, കാനറി ഐലൻഡിൽ നിന്നുള്ള കനേറിയൻ ഡേറ്റ് പാം, ഇങ്ങനെ വലിയ സെസിൽ ഓക്ക് തുടങ്ങിയ വലിയ വൃക്ഷങ്ങൾ ഈ പാർക്കിലുണ്ട്. വളരെ ഭംഗിയുള്ള കൂനൂരിൽ നമുക്ക് താമസിക്കാൻ ഇഷ്ടംപോലെ സൗകര്യങ്ങളുണ്ട്. ഊട്ടിയിലേക്കാളേറെ സ്കൂളുകളുള്ള സ്ഥലമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ആർമിയുടെ ക്യാമ്പ് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഏകദേശം 10ഓളം പ്രധാനപ്പെട്ട സ്കൂളുകളും കോളേജുകളും കൂനൂരിലുണ്ട്. ലൂയി പാസ്റ്ററുടെ പേപ്പട്ടി വാക്സിനുള്ള നിർമ്മിക്കുന്ന പാസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ടും കൂനൂരിലാണ്. പക്ഷേ ഊട്ടിക്ക് പോകുന്ന ഒരു ടൂറിസ്റ്റിന് കൂനൂർ അത്ര പ്രിയപ്പെട്ടതല്ല. കാരണം ഊട്ടിയുടെ അത്ര പോയിൻ്റുകൾ, ടൂറിസ്റ്റ് സ്പോട്ടുകൾ കൂനൂരിലില്ല എന്നതുകൊണ്ടാണ്. പക്ഷേ ഫാമിലിയായിട്ടൊന്ന് താമസിക്കുന്നതിനും സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നതിനും ഏറ്റവും പറ്റിയ ഒരിടമാണ് കൂനൂർ. കൂനൂരിനടുത്തുള്ള ചില പ്രദേശങ്ങളാണ് കാതറിൻ വാട്ടർഫാൾസ്, അതുപോലെ കോട്ടഗിരി, കോടനാട്. ഈ സ്ഥലങ്ങളെല്ലാം നമുക്ക് കൂനൂരിൽ താമസിച്ചുകൊണ്ട് പോയി വന്ന് കാണാവുന്നതാണ്. കൂടാതെ നീലഗിരി മൗണ്ടൻ ട്രെയിൻ, അത് നമുക്ക് കൂനൂർ സ്റ്റേഷനിൽ നിന്ന് നമുക്ക് ഊട്ടിക്ക് 2-3 മണിക്കൂർ യാത്ര ചെയ്തു പോകാവുന്ന ട്രെയിനാണ്. ഈ മല മുകളിലൂടെ പോകുന്ന ടോയ് ട്രെയിൻ. ഊട്ടിയിലെ ബൊട്ടാണിക്കൽ ഗാർഡനാണോ സിംസ് പാർക്കാണോ മികച്ചതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും, സിംസ് പാർക്ക് ഒട്ടും പുറകിലല്ല. സ്ഥാപിച്ചത് ആദ്യം സിംസ് പാർക്കാണ്, പക്ഷേ പ്രശസ്തി ഇപ്പോഴും ബൊട്ടാണിക്കൽ ഗാർഡനാണ്. ഊട്ടിയിലെ ബൊട്ടാണിക്കൽ ഗാർഡനും ലേക്കും രണ്ടും 2 സൈഡിലാണ്. ഇവിടെ ഈ പാർക്കിൽ തന്നെ നമുക്ക് പെഡൽ ബോട്ട് റെൻ്റ് ചെയ്യാവുന്ന സൗകര്യം ഉണ്ട്. കൂടാതെ ഗ്ലാസ് ഹൗസ് ഉണ്ട്, റോസ് ഗാർഡൻ ഉണ്ട്. എല്ലാം ഈ ചെറിയ പാർക്കിൽ, ചെറിയതല്ല, ഏതാണ്ട് 10-20 ഏക്കറുള്ള വലിയ പാർക്കാണ്.
അടുത്ത തവണ ഊട്ടിക്ക് പോകുമ്പോൾ സിംസ് പാർക്കിൽ കയറിയിട്ട് അതൊന്ന് എൻജോയ് ചെയ്ത് പോകാൻ ഓർക്കുക. ഈ 2 പാർക്കും ബ്രിട്ടീഷ് കാലയളവിലാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്, ഊട്ടിയിലായാലും കൂനൂരായാലും. താങ്ക് യു.